ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോണത്. അത് ഉണക്കലരി വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതിനൊരു കപ്പ് ഉണക്കലരി, ഒരു ശർക്കര, അരിയുടെ അതേ അളവായിട്ട് ശർക്കര എടുക്കാം. മൈദ ഒരു കാൽ കപ്പിൽ താഴെ മതി. ഏലക്കായ 4 എണ്ണം. ഓയിൽ വറുക്കാൻ ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, ഞാൻ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് എള്ള്, ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉണക്കലരി ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അതുപോലെ ശർക്കര പാനിയാക്കി വെക്കണം. ഏലക്കായ അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെക്കാം. പിന്നെ ഒരു പാനിൽ നെയ്യ് ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, എള്ള് എന്നിവ വറുത്ത് കോരുക. ഇത്രയാണ് ചെയ്യേണ്ടത്. പിന്നെ അരിപ്പൊടിയിലേക്ക് ചെറു ചൂടുള്ള ശർക്കര പാനി ഒഴിച്ച് കട്ടയില്ലാതെ മിക്സ് ആക്കുക. എന്നിട്ട് അതിൽ മൈദ, ഏലക്കായ പൊടിച്ചത്, തേങ്ങാക്കൊത്ത് മിക്സ്, അതൊന്നുള്ള ബേക്കിംഗ് പൗഡർ വെച്ച് മിക്സ് ചെയ്ത് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം 4 മണിക്കൂർ ശേഷം ഉണ്ണിയപ്പച്ചട്ടി ചൂടായ എണ്ണ ഒഴിച്ചിട്ട് ഒരു കുഴിയുടെ പകുതി ഈ മാവ് ഒഴിച്ച് വയ്ക്കണം. എന്നിട്ട് അത് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ അത് തിരിച്ചിട്ടിട്ട് 2 സൈഡും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിലല്ല, എന്നാലും നല്ല നമുക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം കിട്ടും. ഓക്കെ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.